ഹായ് മക്കളെ, 2 വർഷം മുമ്പ്, അതായത് 2022 ഫെബ്രുവരി മാസം ഏകദേശം ഈ ഒരു സമയത്തായിരിക്കും ഞങ്ങൾ ഓൺലൈൻ മാത്രം പോരാ, ഓഫ്ലൈൻ ഒരു റെസിഡൻഷ്യൽ സ്കൂളും കൂടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആദ്യമായി ചിന്തിച്ചത്. അതായത് +1ഉം +2ഉം പഠിക്കുന്ന കുട്ടികൾ വീണ്ടും 1-2 വർഷം റിപ്പീറ്റ് ഒക്കെ ചെയ്തിട്ട് നീറ്റും ജെയും ക്ലിയർ ചെയ്യുന്നതിന് പകരം അവർക്ക് +2ന്റെ കൂടെ തന്നെ നീറ്റും ജെയും ക്ലിയർ ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മളന്ന് കണ്ട സ്വപ്നം. ആൻഡ് ആ സ്വപ്നം ഇന്നത്തോടു കൂടി എന്ത് ചെയ്യുകയാണ്, നിറവേറിയിരിക്കുകയാണ്. ആൻഡ് അതിൽ ഏറ്റവും ഫസ്റ്റ് അന്ന് ഞങ്ങളെ വിശ്വസിച്ച് എഡ്യൂപോർട്ട് റെസിഡൻഷ്യൽ സ്കൂൾ വന്ന് ഇപ്പൊ ജെഇയുടെ ഫസ്റ്റ് ഫേസിൽ 99.3% വാങ്ങിയ നമ്മുടെ സൽമാൻ നമ്മളെ കൂടെ ഉണ്ട്. സോ വെൽക്കം സൽമാൻ, കൺഗ്രാറ്റ്സ് ഫസ്റ്റ് ആയി. ഓക്കെ, പറയടാ, എന്ത് തോന്നുന്നു ഇപ്പോ? ഈ സൽമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നമാണ്, അവനെ കൊണ്ട് എനിക്ക് പറഞ്ഞു കിട്ടിക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, ഈ കൂടെ നോക്കണം കേട്ടോ. ഓക്കെ, എന്ത് തോന്നുന്നു? സന്തോഷം എന്ന് മാത്രം പറഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയി പറയണോ? പറയും, എന്താ തോന്നുന്നത്? റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. ഹാപ്പിയാണ്. ഇനി അടുത്ത പ്ലാൻ എന്താ? ജെഇക്ക് പഠിക്കുകയാണോ, ബോർഡ് എക്സാം പഠിക്കണോ? ജെഇക്ക് തന്നെ പഠിക്കാണല്ലേ, അഡ്വാൻസിന് വേണ്ടി പഠിക്കാണ്. ആൻഡ് ലക്ഷ്യം എന്താ? IIT ബോംബെ CS. അടിപൊളി. ഓക്കെ, ഈ ഒരു ജേർണിയിൽ നിനക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട്, നന്ദി തോന്നി ആരോടൊക്കെയാ? ആദ്യമായിട്ട് പാരന്റ്സ്, ഇവിടെ വരാനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും. ഓക്കെ, ആദ്യമൊക്കെ ഉമ്മക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു വിട്ടുന്നതിന്റെ. എന്തെങ്കിലുമൊക്കെ ഡൗൺ ആയാലും അവര് സപ്പോർട്ട് ചെയ്യുന്നു. ഓ, അടിപൊളി. ഓക്കെ, റൈറ്റ്. പാരന്റ്സ് ഒക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആണോ? പാരന്റ്സ് വെൽ എഡ്യൂക്കേറ്റഡ് ഒന്നല്ല. ഓക്കെ, റൈറ്റ്. പിന്നെ ഓക്കെ, പിന്നെ സാറന്മാര്, പിന്നെ മാത്സിന്റെ കൃഷ്ണൻ സാറ്, മാത്സിനൊക്കെ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോ എഴുതാൻ പേടിയാണ്. കൃഷ്ണൻ സാറ് ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ്. എന്നോട് കൃഷ്ണൻ സാറ് പറയാറുണ്ട്, അഥവാ സാറ് ആ 10 ക്വസ്റ്റ്യൻ തരാൻ മറന്നു പോയിട്ടുണ്ട്, നീ എന്ത് ചെയ്യും? വിളിച്ച് ചോദിച്ചു വാങ്ങായിരുന്നുള്ളൂ. അത് ഒരു ടീച്ചറെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. എന്നോട് എപ്പോഴും പറയാറുണ്ട്, ഇൻ കേസ് ഞാൻ കൊടുക്കുന്ന 10 ക്വസ്റ്റ്യൻ എന്നോട് മറന്നുപോയിട്ടുണ്ടെങ്കിൽ സൽമാൻ ചോദിക്കും, സാർ ക്ലാസ്സിന് പോകുന്നുണ്ട് സാർ 10 ക്വസ്റ്റ്യൻ. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ലേ? ബാക്കി സബ്ജക്റ്റുകളൊക്കെയോ? അതെ, റൈറ്റ്. ഈ നമ്മൾ CBT നടത്തിയല്ലോ ഇതിനു മുന്നേ, അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ മാത്സിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ അപ്പുറത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ ഭയങ്കര പണിയായിരുന്നു. മാത്സിൽ ആദ്യം എളുപ്പമുള്ള മാത്രം എടുത്ത് എഴുതരാം. അപ്പൊ ഫസ്റ്റ് അത് എഴുതിയപ്പോ ഇത് പ്രശ്നമായിരുന്നു, രണ്ടുമൂന്നിട്ട് എഴുതിയപ്പോ അതൊരു. ഓക്കെ, റൈറ്റ്. എനിക്ക് തോന്നുന്നു നിനക്ക് ബോർഡ് എക്സാമില് +1 ബോർഡ് എക്സാമില് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു അല്ലെ? ലാംഗ്വേജോ? ലാംഗ്വേജ് ഇംഗ്ലീഷ് 89, ഹിന്ദി ഫുൾ. ഇംഗ്ലീഷിൽ മാത്രമേ ഇവന് മാർക്ക് പോയിട്ടുള്ളൂ. സോ എങ്ങനെയാണ് നീ ഇത് +1ഉം പഠിച്ചിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ ജെഇ ഒക്കെ എങ്ങനെയാ പഠിച്ചത്? ആ ഒരു പഠന രീതി ഒന്ന് പറഞ്ഞുതരോ? ആദ്യം സാറ് ക്ലാസ് എടുക്കുമ്പോ ക്ലാസ് ശ്രദ്ധിക്കും, പിന്നെ ഒന്നുകൂടി പഠിച്ചു നോക്കും, പിന്നെ മൊഡ്യൂളിൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കും. മൊഡ്യൂൾ കുറച്ച് കട്ട് ചെയ്യുന്നില്ല, കിട്ടാണൊന്നുകൂടി സൊല്യൂഷൻ ഒക്കെ നോക്കി നോക്കും. പിന്നെ പ്രീവിയസ് ഇയർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഒരു ദിവസം ഏകദേശം എത്ര സമയം പഠിച്ചിട്ടുണ്ടോ? വേറെ പണിയൊന്നുമില്ല. അതായത് സൽമാൻ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ക്ലാസ്സിൽ ഇരിക്കുക, അതിനുശേഷം എന്താണ്, ഉറങ്ങാത്ത എല്ലാ സമയത്തും ഒരുവിധം പഠിത്തം തന്നെയാണല്ലേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാതാകുമ്പോൾ ഡൗൺ ആവാറില്ല? മെയിൻ കുട്ടികളൊക്കെ മെയിൻ പ്രശ്നം, ഇവൻ എനിക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നു, ജെഇയുടെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ. അതെങ്ങനെ നീ ഓവർകം ചെയ്തേ? ആദ്യമൊക്കെ ഡ്രോൺ ആവും, പിന്നെ സൊല്യൂഷൻ നോക്കും. തീരെ 2-3 ദിവസം അടുപ്പിച്ചിട്ടാണ്ടിരിക്കുമ്പോ ഒരു 10 മിനിറ്റ് ഒരു ബ്രേക്ക് എടുക്കും. റൈറ്റ്. നിനക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് ആ ബ്രേക്ക് എടുക്കുമ്പോൾ ഇൻസ്റ്റ നോക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണല്ലേ? യെസ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഡിസ്ട്രാക്ഷൻസ്, ഓൾമോസ്റ്റ് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിരുന്നു സൽമാൻ എന്ന് തന്നെ പറയാം. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട്. അതാണ് ഈവൻ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെയാണ്. കാരണം ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റ നോക്കാനുള്ള ത്വര ഉണ്ടെങ്കിലും പിന്നെ അത് മറന്നുപോയിട്ടേ ഉണ്ടാവില്ല, ഹാബിറ്റ് അല്ലാതെ ആയിപ്പോയിട്ടുണ്ടാവില്ല. ആൻഡ് ഓക്കെ, ഇനി ഇത് കാണുന്നത് മെയിൻലി നമ്മൾ ഓൺലൈൻ ബാച്ചിലൊക്കെ ഉള്ള യൂട്യൂബ് കാണുന്ന കുട്ടികളായിരിക്കും. അവര് ഭൂരിഭാഗം ആൾക്കാരും അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അവരോട് എന്താ നിന്റെ ഉപദേശം, അല്ലെങ്കിൽ എന്താ നിനക്ക് പറയാനുള്ളത്? ട്രൈ ചെയ്യുക, ക്വസ്റ്റ്യൻ കിട്ടാണ്ടാകുമ്പോ ഡൗൺ ആകാണ്ട് വീണ്ടും ചെയ്ത് നോക്കുക, സൊല്യൂഷൻ നോക്കുക. കിട്ടും. സൽമാൻ ശരിക്കും ഒരു ഭയങ്കര ക്ലാസ് ടോപ്പർ ആയിരുന്നോ പണ്ട് മുതലേ? അങ്ങനെ ഒന്നുമില്ലല്ലോ. അതായത് സൽമാൻ ഒരു ഫുൾ A+ തന്നെയാണല്ലേ 10th? അതെ, 10th ഫുൾ A+ നിങ്ങൾക്ക് അറിയാലോ. അതിന് മാത്രം ഇമ്പോർട്ടൻസും ജയിക്കില്ല എന്നുള്ളത്. പക്ഷെ സൽമാന് കിട്ടിയതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
എഡ്യൂപോർട്ട് റെസിഡൻഷ്യൽ സ്കൂൾ വന്ന അന്ന് മുതൽ ഇന്ന് രാവിലെയും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് ഇപ്പൊ റിസൾട്ട് ഒക്കെ വന്ന് നമ്മൾ ഈ ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പ് അവനിങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ ഫോണിലൊന്നും നോക്കല്ലേ, പിന്നെ ജെയ് അഡ്വാൻസിന് പഠിച്ചുകൂടെ ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ ഫോൺ നോക്കുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പം അങ്ങനത്തെ രീതിയിൽ എന്ത് ചെയ്തിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് സൽമാൻ എനിക്ക് തോന്നുന്നു തുടക്കത്തിലൊക്കെ ഒരു സാധാരണ കുട്ടി തന്നെയായിരുന്നു. എഫേർട്ട് ആൻഡ് ഹാർഡ് വർക്ക് തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിന് ശരിക്കും ആ ഒരു ടേം എന്ന് പറഞ്ഞാൽ പെർസെവറൻസ് എന്നാണ് തോന്നുന്നത്. അതിനൊരു മലയാളം ടേം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വന്നന്ന് മുതൽ ഇന്ന് വരെ പഠിക്കുന്നുണ്ട്. ഇനി ജെയ് അഡ്വാൻസ് കഴിയുന്നത് വരെ പഠിക്കുകയും ചെയ്യില്ലേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഒരു ടീനേജർ ആണ്, അപ്പം എന്താണ് നിനക്ക് ഇത്രമാത്രം IIT കിട്ടാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്? ഏതായാലും മെയിൻ ആഗ്രഹം ഒരു പണക്കാരനാണ്. ഓക്കെ, റിച്ച് ആവണം എന്നാണുള്ളതാണ് മെയിൻ ആഗ്രഹം വരുന്നത്. അതിന് എളുപ്പം IIT-യിലെത്താ. ഈ +1 +2 2 കൊല്ലം കഷ്ടപ്പെട്ട. എന്റെ മോനെ, യെസ് എടാ, പെർഫെക്റ്റ് ആൻസർ ആട്ടോ. അതായത് പല ആൾക്കാരും എനിക്ക് സയന്റിസ്റ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെയൊന്നുമില്ല. എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് ആവുക, പണക്കാരനാവുക എന്നുള്ളതാണ്. ഞാൻ അതിനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇവൻ പറഞ്ഞത് കറക്റ്റാണ്. ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ഈ 2 വർഷം പഠിക്കുക എന്നുള്ളത്. ഞാൻ അവൻ എന്ത് ചെയ്തു, ആ 2 വർഷം പഠിച്ചു. ഇനി ജെയ് അഡ്വാൻസ് എന്നുള്ള ഒരു കടമ കൂടി ഉണ്ടെങ്കിലും എനിക്ക് ഷുവറാണ് IIT ബോംബെയിലെ CS-ലേക്ക് തന്നെ എന്ത് ചെയ്യും, സൽമാന് എത്തുന്നുള്ളത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് എന്താണ്, നല്ലൊരു ഡ്രീം ഉണ്ടാവുക. ആൻഡ് ആ ഡ്രീം വെറുതെ ഡ്രീം ഉണ്ടായിട്ട് കാര്യമില്ലല്ലേ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, കൃത്യമായിട്ട് പെർസിസ്റ്റൻസോടുകൂടി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സൽമാന്റെ ഒരു ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ഇനി ജെയ് അഡ്വാൻസിന് തന്നെയാണ് പഠിക്കുന്നത് അല്ലേ. അടുത്ത വർഷം IIT ബോംബെ CS-ൽ ജോയിൻ ചെയ്യും. ആൻഡ് റിസൾട്ട് വന്നപ്പോൾ പാരന്റ്സ് ഒക്കെ എന്ത് പറഞ്ഞു, ഉപ്പുമ്മൊക്കെ എല്ലാവരും ഭയങ്കര സന്തോഷമാണല്ലേ. ഓക്കെ, അപ്പം നീ പറയുന്ന ക്ലാസ് കഴിഞ്ഞ് എല്ലാ സമയവും പഠിക്കും. അപ്പം എല്ലാ കുട്ടികൾക്കും ഒരു മെയിൻ ഡൗട്ട് ആയിരിക്കും, ഏത് ബുക്ക് നോക്കിയാ പഠിച്ച, അങ്ങനെയൊക്കെ ഉണ്ട്. എന്താ നിന്റെ ഒരു പഠന രീതി? ആദ്യം പാഠം പഠിച്ചു കഴിഞ്ഞാല് മൊഡ്യൂൾ ചെയ്യാ. ഈ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവർക്ക് കൊടുത്ത സ്റ്റഡി മെറ്റീരിയൽ ആണ് കേട്ടോ. യെസ്. പിന്നെ ഈ +1 മൊഡ്യൂൾ ചെയ്യല് കുറവാണ്. അതൊന്ന് പറയണേ. +1 പഠിക്കുമ്പോ എങ്ങനെയാണ് എനിക്ക് JEE ഒക്കെ ചെയ്യാൻ പറ്റിയത്? കുറച്ച് കട്ടിയായിരുന്നല്ലേ, ബുദ്ധിമുട്ട് തന്നെ. അതെ അതെ, യെസ് യെസ്. +2 എത്തിയപ്പോഴാണ് മൊഡ്യൂൾ കുറച്ച് ചെയ്തു തുടങ്ങി. ഓക്കെ, റൈറ്റ്. പിന്നെ വേറെ എക്സ്ട്രാ മെറ്റീരിയൽസ് ഏതാ ഉപയോഗിച്ചത്? മാത്രമേ സമയം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അതായത് നമ്മളെ സ്റ്റഡി മെറ്റീരിയൽ ചെയ്യാ, പ്രീവിയസ് ഇയർ ബുക്ക് ചെയ്യാന്നുള്ള അപ്പുറം വേറെ എക്സ്ട്രാ മെറ്റീരിയൽ. എനിക്ക് തോന്നുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം ഞങ്ങളെ റെസിഡൻഷ്യൽ സ്കൂൾ തന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ പറഞ്ഞാൽ പോലും ചില കുട്ടികൾക്കൊക്കെ ഇന്ന് MTGയുടെ കുറച്ച് ബുക്ക് വാങ്ങണം, അത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോ എവിടെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവർ പറയുന്നത് പോലെ തന്നെ പഠിക്കുന്നതാണല്ലേ ഏറ്റവും ബെസ്റ്റ്. ആൻഡ് അതിന്റെ ഒരു റിസൾട്ടും കൂടിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നിനക്കിപ്പം ഈ 3 സബ്ജക്റ്റില് മാർക്ക് കുറഞ്ഞത് ഏതില്ല? മാർക്ക് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് കിട്ടിയത് ഏതിലായിരുന്നു? ഫിസിക്സിലാണ് അല്ലെ. ആൻഡ് മാത്സിലും നല്ലതുണ്ട്. നിന്റെ സ്ട്രോങ് ഏതാ ശരിക്കും? മാത്സിന്റെ ക്വസ്റ്റ്യൻ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാണ് ഇവനോട് കെമിസ്ട്രി ചെയ്യാൻ പറഞ്ഞത്. ആൻഡ് കെമിസ്ട്രിയിൽ ഇപ്പം കുഴപ്പമില്ലാത്ത പെർസെന്റേജിൽ എത്തിയല്ലേ. ഫസ്റ്റ് ഫിസിക്സ്, പിന്നെ മാത്സ് ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് അല്ലെ. ഓക്കെ. ആൻഡ് പിന്നെ മാത്സ് പഠിക്കാൻ എന്താ നിന്റെ ഇവരോട് പറയാനുള്ള ഒരു ടിപ്പ് എന്താ? ക്വസ്റ്റ്യൻസ് ചെയ്യൽ തന്നെയാണ് അല്ലെ. അതായത് ഞാൻ അന്നൊക്കെ ഇവരോട് കുറെ പറഞ്ഞിട്ടുണ്ട്. 35 ഞാൻ 2006 PC തോമസിന്റെ അടുത്ത് അഡ്മിഷന് വേണ്ടി പോയപ്പം അന്നേരം കേട്ട ഒരു പേരാണ് കൃഷ്ണ സാർ എന്നുള്ളത്. അപ്പം സാറ് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതിൽ ഈ പാഠം എനിക്ക് ചില പാഠം പഠിക്കണ്ടെന്ന് പോലും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അതിന്റെ ക്വസ്റ്റ്യൻ തന്നെ കറക്റ്റ് വന്നിട്ടുണ്ട് അല്ലെ. പിന്നെ ഫിസിക്സിലോ? ഫിസിക്സ് MR. യെസ്. അതായത് ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് ആ നല്ല ഫാക്കൽറ്റീസ് വന്നത് എന്തായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ് അല്ലെ. ഓക്കെ. പിന്നെ ഈ റെസിഡൻഷ്യൽ സ്കൂൾ കൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടോ? ഓക്കെ. പിന്നെ ഒന്ന് പിന്നെ വീട്ടുകാർ നമുക്ക് കച്ചറയില്ല, ചിലപ്പോ എന്തായാലും ചിലപ്പോ നിന്നെ ചീത്ത പറയും, അല്ലെ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം, അങ്ങനത്തെ ഒരു ഓൾമോസ്റ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അല്ലെ. പിന്നെ അതെ അതെ, അതും ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇവരൊരു 5-6 കുട്ടികളുടെ ഒരു ഗ്യാങ് ഉണ്ട്. എല്ലാവർക്കും ഈ 95% മുകളിൽ മാർക്കും ഉണ്ട്. അപ്പം ഇവർ ഫുൾ ടൈം അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും. ഏത് സമയവും പഠനം, JEE ക്വസ്റ്റ്യൻസ്, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അത് എപ്പോഴും നല്ലതാണ്. നിങ്ങൾക്ക് ഒരു പിയർ ഗ്രൂപ്പ് അടിപൊളിയായിട്ട് ഉണ്ടാവുക എന്നുള്ളത്
ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കൂടെ ഇപ്പം സുഹൈലും അമ്മാറും എല്ലാവരും എന്തുണ്ട് അടിപൊളിയായിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, സൽമാന്റെ വീട് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് അല്ലെ. എങ്ങനെ നീ IIT കുറിച്ച് ആദ്യം കേട്ടത്, അവിടെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ തോന്നിയത്? ആദ്യമായിട്ട് 9 ബ്രദറിന്റെ IIT എന്നുള്ളൊരു പിന്നില് പോയിക്കൊന്നില്ല. പിന്നെ 10 ക്ലാസ്സിന്റെ അടുത്ത് സാറ് പറഞ്ഞതുമായിട്ട് ഞാൻ എന്തായാലും അങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. സാർ ഇത് റെസിഡൻഷ്യൽ പിന്നെ നീ അതിനെപ്പറ്റി ഗൂഗിളും കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടുണ്ടോ, അതിന്റെ ഒരു ബെനിഫിറ്റ് ഒക്കെ? അങ്ങനെയാണ് നിനക്ക് ഈ പൈസക്കാരനാവാൻ പറ്റിയൊരു വഴിയാണ് ഇതെന്ന് ഫീൽ ചെയ്തത് അല്ലെ. ഓക്കെ, പിന്നെ അതിനു വേണ്ടിയിട്ട് 2 വർഷം അങ്ങ് കഷ്ടപ്പെട്ടു. ആൻഡ് ഇനി IIT എത്തിക്കഴിഞ്ഞാലും അത്യാവശ്യം നന്നായി പഠിക്കാനും തന്നെയാണോ ഒരു പ്ലാന്? പഠിക്കുക, പിന്നെ അടുത്ത അറ്റ്മോസ്ഫിയർ ആയിട്ട് എല്ലാവരുമായിട്ടും ഇന്ററാക്ട് ചെയ്തിട്ട് പോകണം തന്നെയാണ്. ഒരു ടെൻഷൻ ഒന്നുമില്ല, ലുക്കിംഗ് ഫോർവേഡ് തന്നെയാണ് അല്ലെ. ഓക്കെ, യെസ്. അപ്പം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം വളരെ കൃത്യമായിട്ട് ഞാൻ ഒന്നും കൂടെ ഊന്നി പറയാണ്, ഈ ഒരു റിസൾട്ട് സൽമാന് കിട്ടുന്നതിൽ അതിൽ 95% അത് സൽമാന്റെ എഫേർട്ട് തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അതായത് ക്ലാസ് കഴിഞ്ഞാലും പഠിത്തമല്ലാതെ വേറൊരു പരിപാടി അവൻ ചെയ്തിട്ടില്ല. പിന്നെ അവന് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ട്, ഒന്ന് ലൈഫിൽ രക്ഷപ്പെടാൻ ഏറ്റവും ബെസ്റ്റ് ഈ 2 വർഷം കഷ്ടപ്പെട്ടാൽ മതി എന്നുള്ളത്. ആൻഡ് എന്താണ് ആ ഒരു കഷ്ടപ്പാടിന് അവൻ തയ്യാറായിട്ടുണ്ട്. ഇത് രണ്ടും തന്നെയാണ് അവൻ ഈ റിസൾട്ടിലേക്ക് എത്താനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മളെ റെസിഡൻഷ്യൽ സ്കൂൾ ആണെങ്കിൽ ഞങ്ങൾ എന്താണ് അന്ന് പ്രോമിസ് ചെയ്തതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്, ഏറ്റവും നല്ലൊരു സ്റ്റഡി എൻവയോൺമെന്റും അവർക്ക് കൊടുത്തിട്ടുണ്ട്, അതായത് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട്. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ഇപ്പൊ ഈ വർഷം ഇനി വരുന്ന JEE മെയിൻസ് phase 2 ആയിക്കോട്ടെ, അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാണെങ്കിലും പ്രധാനപ്പെട്ടത് നിങ്ങൾ എവിടെ പഠിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഡിറ്റർമൈൻഡ് ആയിരിക്കണം. അതിനുവേണ്ടി 1 വർഷം കഷ്ടപ്പെടാനുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വരുന്നത് ഏറ്റവും നല്ല ടീച്ചേഴ്സ് ഉള്ള ഏറ്റവും നല്ല സ്റ്റഡി എൻവയോൺമെന്റ് വരുന്ന, എപ്പോഴും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിൽപ്പിക്കാൻ പറ്റുന്ന ഒരു കോച്ചിങ് സെന്ററിൽ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ആൻഡ് അങ്ങനെയുള്ള ഒരു കോച്ചിങ് സെന്റർ ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല. പക്ഷെ എഡ്യൂപോർട്ട് 100% എന്താണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി എൻവയോൺമെന്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ് സൽമാൻ, തകർക്കണം.